ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് ആൻഡമാനിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഹാവ്ലോക്ക് ഐലൻഡിലേക്കാണ്. ഇപ്പോൾ ഞങ്ങളുള്ള പോർട്ട് ബ്ലെയറിലാണ്. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് തന്നെ റൂമിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് 6 മണിക്കാണ് ഇവിടുന്ന് പോർട്ട് ബ്ലെയറിൽ നിന്ന് ഹാവ്ലോക്കിലേക്കുള്ള ഫെറി ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ പ്രൈവറ്റ് ഫെറിയാണ് ബുക്ക് ചെയ്തത്, മക്രൂസ്. സോ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് 1 അവർ മുന്നേ തന്നെ നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. സോ റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ ഒരു മിനി എയർപോർട്ടിൽ നിന്ന് തന്നെ പറയാം കേട്ടോ, ഫെറി സ്റ്റേഷൻ വന്നിട്ട്. സോ അപ്പം ചെക്കിങ്ങും സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സോ അപ്പം നമുക്ക് 6 മണിക്കാണ് ഫെറി ഉള്ളത്. സോ അപ്പം ചെക്കിൻ ചെയ്യാൻ സമയമായി. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഇൻഡോർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഫെറി ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്കത് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടുന്ന് 1.5 അവർ ട്രാവലിംഗ് ഉണ്ട് ഹാവ്ലോക്കിലേക്ക്. അപ്പോൾ എന്താ, ഒന്നാമതേ രാവിലെ തണുപ്പ്, അതിനിടയിൽ കൂടെ കൂടെ തണുത്ത് വിറച്ചു എന്ന് തന്നെ പറയാം. പിന്നെ അത്രയ്ക്ക് വലിയ ബോറായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ അവർ സോങ്സും കാര്യങ്ങളൊക്കെ ഇട്ടു. അവരുടെ ആ ഒരു ഇൻസ്ട്രക്ഷൻസൊക്കെ ഒന്ന് പറഞ്ഞു തന്നു. അതൊക്കെ കണ്ട് അങ്ങനെ സമയം പോയി. പിന്നെ ഇതാണ് നമുക്ക് പുറത്തേക്കുള്ളൊരു വ്യൂ വന്നിട്ട്, വിൻഡോ സീറ്റിൻ്റെ അവിടെ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ വന്നിട്ട് ഈ ഒരു ലുക്കാണ്. പിന്നെ ഞങ്ങൾ വീണ്ടും ഒരു കോഫി കുടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ കയറി പോയിട്ട് ഇതാണ് അവിടുത്തെ കഫേരിയ കേട്ടോ. ഇതിനുള്ളിൽ തന്നെയാണിത്. ഞങ്ങൾ പിന്നെ 2 സമോസ അല്ലല്ലോ, സാൻഡ്വിച്ചും ഒരു കോഫി ഓർഡർ ചെയ്തു. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം കൊള്ളായിരുന്നു. ഞാൻ വിചാരിച്ചത് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ചിക്കൻ സാൻഡ്വിച്ചായിരുന്നു ഓർഡർ ചെയ്തത്. അത്യാവശ്യം കൊള്ളായിരുന്നു. അതിൽ തന്നെ 2 പീസായിട്ടുണ്ടായിരുന്നു. സോ കൊള്ളായിരുന്നു. അപ്പോൾ രാവിലത്തെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കഴിച്ചു കഴിഞ്ഞു. പിന്നെ നല്ല രസമുണ്ട്. ഒരു മിനി ഫ്ലൈറ്റ് എന്ന് തന്നെ പറയുന്നതുകൊണ്ട് അത്യാവശ്യം ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ച് പോവാം. ഇനി 7:30 ഇന്ന് അവിടെ എത്തും. അത് കഴിഞ്ഞിട്ട് റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇന്നത്തെ ദിവസം വന്നിട്ട് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസാണ്. വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് മോർണിംഗും പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ചെറിയൊരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് പുറത്തേക്കുള്ളൊരു വ്യൂ. അപ്പം ഈ ഒരു ഫെറിയിൽ എനിക്ക് തോന്നുന്നു പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ബാൽക്കണി പോലത്തെ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഈ ഒരു ഫെറിയിൽ ഞാൻ കണ്ടില്ല. അലൗഡ് അല്ലായിരുന്നു, പാസഞ്ചേഴ്സിന് പുറത്തേക്ക് അലൗഡ് അല്ലായിരുന്നു. സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് പുറത്തൊക്കെ, പക്ഷേ ഇനി എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ഫെറിയിൽ കാണുമായിരിക്കും. എന്തായാലും ഇതിലില്ല. പിന്നെ ഞങ്ങൾ ഹാവ്ലോക്കിലെത്തി. സോ ഇതാണ് ഹാവ്ലോക്കിലെ ആ ഒരു ജെട്ടി വന്നിട്ട്. സോ അപ്പോൾ നമുക്കിനി ഹാവ്ലോക്കിലെ മനോഹരമായ കാഴ്ചകൾ കാണാം. ഇതാണ് നമ്മൾ ഇറങ്ങിയ ആ ഒരു ജെട്ടി വന്നിട്ട്. സോ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഇവിടുത്തെ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ വാട്ടറിന് വേറൊരു കളറാണ്. ഒരു ബ്ലൂ എന്നല്ല, ഒരു ഗ്രീനിഷ് കളർ, ലൈറ്റ് ഗ്രീനിഷ് കളറായിട്ടുള്ള ഒരു വാട്ടറാണ് കേട്ടോ. ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ നല്ല ക്ലീനാണ്. പിന്നെ അവിടെ നമ്മൾ അന്ന് ലക്ഷദ്വീപിൽ പോയപ്പോൾ കണ്ടതുപോലത്തെ ആ ഒരു ഈ ഇതിൻ്റെ സെൻട്രലായിട്ട് ഇങ്ങനെ മരങ്ങളൊക്കെ വരില്ലേ, അത് ഞാനിത് നേരത്തെ കണ്ടത് ലക്ഷദ്വീപിലാണ്. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് കാണാനാണെങ്കിലും ഫോട്ടോയ്ക്ക് ആണെങ്കിലും ഒക്കെ നല്ലൊരു വ്യൂ ഉണ്ട്. കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. പിന്നെ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് രാവിലെ ഞങ്ങൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട് സ്കൂബയ്ക്ക്. സോ പിന്നെ അതാണ് പരിപാടി. അവിടെ ചെന്നിട്ട് സ്കൂബ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തി. സോ ഇതാണ് നമ്മുടെ റിസോർട്ട്. അത്യാവശ്യം നല്ല പ്ലേസാണ്, നല്ല പീസ്ഫുള്ളായിട്ടൊരു പ്ലേസാണ്. നല്ല രസമുണ്ട് കാണാൻ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പേര് വന്നിട്ട് JK റിസോർട്ടാണ്. ഇവിടെ പോകുന്നവർ ഈ ഒരു റിസോർട്ട് അത്യാവശ്യം നല്ലതാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അത്യാവശ്യം നല്ലതാണ്. പിന്നെ എവിടെ മിറർ കണ്ടാലും ഇതാണല്ലോ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ പുറത്തോട്ടൊന്നും പോകേണ്ടി വന്നില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. പൂരി സബ്ജിയും ആലു പൊറോട്ടയാണ് കഴിച്ചത്. ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് സ്കൂബയ്ക്കാണ്. ഞങ്ങൾ ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് രാവിലെ 10 മണിക്കാണ് സ്ലോട്ട്. സോ അതുകൊണ്ട് എത്രത്തോളം വീഡിയോ ക്ലിയർ ആവുമെന്നൊന്നും അറിയില്ല. കാരണം വെച്ചാൽ രാവിലെ ഏർലി മോർണിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ല വ്യൂവും നല്ല ക്ലിയർ ഉണ്ടാവും എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പം നമുക്ക് നമ്മുടെ ടൈം ഷെഡ്യൂളിൽ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ 10 മണിക്കുള്ള സ്ലോട്ടാണ് എടുത്തത്. അതുകൊണ്ട് എത്രത്തോളം വീഡിയോ കിട്ടും എന്നറിയില്ല. അവർ തന്നെ വീഡിയോ എടുത്തു തരും. സോ ഇതാണ് ഞങ്ങൾ സ്കൂബ ചെയ്ത അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് രാധാനഗർ ബീച്ച് ആൻഡ് ഫോറസ്റ്റിലേക്കാണ്. സോ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളി. നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നുമല്ല,
ഫോറസ്റ്റ് എന്നൊക്കെ പറയുമ്പം ഒരു വലിയ ഭയങ്കര രസം. ഷൂട്ടിനാണെങ്കിലും വീഡിയോയ്ക്കാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ് രാധാനഗർ ബീച്ച്. അവിടെ ഒരുപാട് ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ അപ്പോഴത്തേക്കും തന്നെ നൈറ്റായി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ റിസോർട്ടിലേക്കാണ്. സോ അവിടുന്ന് തന്നെ ഡിന്നറൊക്കെ കഴിച്ചു. അവിടെ ക്രാബും പ്രോൺസൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ ഇന്നത് കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ ചിക്കൻ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ അവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ മസാലയും പിന്നെ ആലു പൊറോട്ടയാണ് കഴിച്ചത്. കൊള്ളായിരുന്നു. ഫുഡൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. നല്ല സർവീസായിരുന്നു. നല്ലൊരു റിസോർട്ട് തന്നെയായിരുന്നു. വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. സോ ഇനി അടുത്ത വ്ലോഗിൽ കാണാം. ബൈ ബൈ.